നമസ്കാരം. സുക്കർബർഗ് അല്ല, ഇനി എലോൺ മസ്ക് ആയാലും ഭാരതത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അപമാനിച്ചാൽ മാപ്പ് പറയേണ്ടി വരും, അല്ലെങ്കിൽ ഭാരതം അത് പറയിപ്പിക്കും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഡിജിറ്റൽ ലോകത്തെ വമ്പന്മാരാണല്ലോ മെറ്റയും ഭാരത സർക്കാരും തമ്മിൽ നടന്ന ഒരു നിർണായക സംഭവത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. സാങ്കേതിക ലോകത്തെ ഏറ്റവും വലിയ ശക്തികളിലൊന്നാണ് മെറ്റ. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് തുടങ്ങിയ വമ്പൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഭരിക്കുന്നത് മെറ്റയാണ്. ലോകത്താകമാനം ശതകോടിക്കണക്കിന് ആളുകളാണ് ദിനംപ്രതി ഇവ ഉപയോഗിക്കുന്നത്. എന്നാൽ സാങ്കേതിക വിദ്യയുടെ ഈ വൻ ശക്തിക്ക് ഇന്ത്യയുടെ മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നിരിക്കുന്നു. ഒരു രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കും നിയമങ്ങൾക്കും മുന്നിൽ തങ്ങളുടെ അധികാരം നടപ്പില്ല എന്ന് ഈ ലോകോത്തര കമ്പനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. മെറ്റയുടെ തലവൻ സുക്കർബർഗ് ഇന്ത്യയോട് ഔദ്യോഗികമായി മാപ്പ് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എന്തിനാണ് ഒരു ആഗോള ടെക് ഭീമൻ ഒരു രാജ്യത്തോട് മാപ്പ് പറഞ്ഞത്? ഈ വലിയ സംഭവത്തിന്റെ പിന്നിലെ വിശദാംശങ്ങളാണ് നമ്മൾ ഇന്ന് വ്യക്തമാക്കുന്നത്. സംഭവങ്ങളുടെ തുടക്കം ഇങ്ങനെയായിരുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു വീഡിയോ പങ്കുവയ്ക്കുന്നു. രാജ്യത്തെ വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു അത്. ചോദ്യക്കടലാസ് ചോർച്ച തടയുന്നതിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ നിയമത്തെക്കുറിച്ചാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. രാജ്യത്തെ യുവാക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള സന്ദേശമായിരുന്നു ഉള്ളടക്കം. പ്രധാനമന്ത്രി നേരിട്ട് സെൽഫി വീഡിയോ ആയി ചിത്രീകരിച്ച രംഗങ്ങൾ എന്നാൽ നിമിഷങ്ങൾക്കകം ഫേസ്ബുക്ക് നീക്കം ചെയ്തു. ദശലക്ഷക്കണക്കിന് ആളുകൾ കാണാനിരുന്ന വീഡിയോ പെട്ടെന്ന് പ്ലാറ്റ്ഫോമിൽ നിന്ന് അപ്രത്യക്ഷമായി. ഒരു വലിയ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഔദ്യോഗികമായി നൽകിയ സന്ദേശമാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ നീക്കം ചെയ്യപ്പെട്ടത്. ഈ സംഭവം പുറത്തു വന്നതോടെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. കേന്ദ്ര സർക്കാരും പാർലമെന്റിന്റെ IT സ്ഥിരം സമിതിയും വിഷയം വളരെ ഗൗരവത്തോടെ ഏറ്റെടുത്തു. ഫേസ്ബുക്കിന്റെ ഈ നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് സർക്കാർ വ്യക്തമാക്കി. ഉടൻ തന്നെ കേന്ദ്ര IT മന്ത്രാലയം മെറ്റയോട് വിശദീകരണം ആവശ്യപ്പെട്ടു. തങ്ങളുടെ സിസ്റ്റത്തിലെ ഓട്ടോമേറ്റഡ് ഫിൽറ്ററുകൾ അബദ്ധത്തിൽ പ്രവർത്തിച്ചതാണ് ഇതിന് കാരണമെന്നായിരുന്നു മെറ്റ നൽകിയ ആദ്യ വിശദീകരണം. വ്യാജ ഉള്ളടക്കങ്ങൾ തടയാൻ ഉപയോഗിക്കുന്ന അൽഗോരിതം വീഡിയോ തെറ്റായി മനസ്സിലാക്കി നീക്കം ചെയ്തു എന്ന് കമ്പനി അവകാശപ്പെട്ടു. എന്നാൽ ഈ സാങ്കേതിക വിശദീകരണം സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. ഇത്തരം ഒഴിവുകഴിവുകൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് സർക്കാർ തുറന്നടിച്ചു. സാങ്കേതിക തകരാറെന്ന് പറഞ്ഞൊഴിയാൻ മെറ്റയെ അനുവദിച്ചതുമില്ല. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പങ്കുവെച്ച അതീവ പ്രാധാന്യമുള്ള വീഡിയോ കേവലം ഒരു സാങ്കേതിക പിഴവിന്റെ പേരിൽ നീക്കം ചെയ്തു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പ്രയാസമാണ്. ഇതിന് പിന്നിൽ വ്യക്തമായ വീഴ്ചയുണ്ടെന്ന് സർക്കാർ കണ്ടെത്തി. മെറ്റയുടെ ആഗോള പ്രതിനിധികളെ നേരിട്ട് ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്താൻ തന്നെ കേന്ദ്ര മന്ത്രാലയം തീരുമാനിച്ചു. തുടർന്ന് മെറ്റയുടെ ഉന്നത ഉദ്യോഗസ്ഥർ ഡൽഹിയിലെത്തി. മെറ്റ ഗ്ലോബൽ അഫയേഴ്സ് മേധാവി ജോയൽ കാംബ്ലന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്ത്യയിലെത്തിയത്. അവർ കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണവുമായും IT മന്ത്രാലയം സെക്രട്ടറി S കൃഷ്ണനുമായും പ്രത്യേക കൂടിക്കാഴ്ച നടത്തി. വളരെ ഗൗരവമേറിയ ചർച്ചകളാണ് നടന്നത്. തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ച മെറ്റയുടെ പ്രതിനിധികൾക്ക് സമ്മതിക്കേണ്ടി വന്നു. ഈ ചർച്ചയിലാണ് മെറ്റ മേധാവി മാർക്ക് സുക്കർബർഗിന്റെ ഖേദപ്രകടനം പ്രതിനിധികൾ ഔദ്യോഗികമായി സർക്കാരിനെ അറിയിച്ചത്. അതേസമയം പാർലമെന്റിന്റെ IT സ്ഥിരം സമിതിയും വിഷയം കടുപ്പിച്ചു. BJP MP നിഷികാന്ത് ദുബൈ അധ്യക്ഷനായ സമിതി ഒറ്റയ്ക്ക് നൽകിയത് കടുത്ത മുന്നറിയിപ്പാണ്. കേവലം ഒരു പ്രതിനിധിയെ അയച്ച് മാപ്പ് പറഞ്ഞാൽ പോരാ എന്ന് സമിതി വ്യക്തമാക്കി. മാർക്ക് സുക്കർബർഗ് 3 ദിവസത്തിനകം നേരിട്ട് മാപ്പ് പറയണമെന്നായിരുന്നു സമിതിയുടെ ആവശ്യം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ മെറ്റയ്ക്ക് ഇന്ത്യയിൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് സമിതി മുന്നറിയിപ്പ് നൽകി. സേഫ് ഹാർബർ എന്ന നിയമപരമായ പരിരക്ഷ പിൻവലിക്കുമെന്നായിരുന്നു ആ മുന്നറിയിപ്പ്. ഇവിടെയാണ് നമ്മൾ സേഫ് ഹാർബർ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടത്. സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് ഇന്ത്യയിൽ സുരക്ഷിതമായി പ്രവർത്തിക്കാൻ സഹായിക്കുന്ന ഒരു നിയമമാണിത്. 2000-ലെ ഇന്ത്യൻ IT നിയമത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥയാണിത്. ഈ നിയമപ്രകാരം ഉപയോക്താക്കൾ പോസ്റ്റ് ചെയ്യുന്ന ഉള്ളടക്കങ്ങൾക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നേരിട്ട് ഉത്തരവാദികളാകില്ല. അതായത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ ആരെങ്കിലും ഏതെങ്കിലും നിയമവിരുദ്ധമായ കാര്യം പോസ്റ്റ് ചെയ്താൽ അതിന്റെ കേസ് പോസ്റ്റ് ചെയ്തയാൾക്കെതിരെ വരും. ഫേസ്ബുക്ക് കമ്പനിയോ അതിന്റെ ഉദ്യോഗസ്ഥരോ പ്രതികളാകില്ല. ഇതിനെയാണ് ഇന്റർമീഡിയറി പരിരക്ഷ അല്ലെങ്കിൽ സേഫ് ഹാർബർ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഈ സേഫ് ഹാർബർ പരിരക്ഷ എടുത്തു മാറ്റിയാൽ എന്താണ് സംഭവിക്കുക? ഇന്ത്യയിൽ ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റഗ്രാമിന്റെയും പ്രവർത്തനം പൂർണ്ണമായും താറുമാറാകും. കമ്പനിക്ക് നൽകിയിട്ടുള്ള നിയമപരമായ എല്ലാ സംരക്ഷണവും നഷ്ടപ്പെടും. പ്ലാറ്റ്ഫോമിൽ വരുന്ന ഓരോ വിദ്വേഷ പ്രചാരണത്തിനും നിയമവിരുദ്ധ പോസ്റ്റിനും കമ്പനി നേരിട്ട് മറുപടി പറയേണ്ടി വരും. മെറ്റയുടെ ഇന്ത്യയിലെയും ലോകത്തെയും ഉദ്യോഗസ്ഥർ നേരിട്ട് ഇന്ത്യൻ കോടതികളിൽ കയറി ഇറങ്ങേണ്ടി വരും.
കോടിക്കണക്കിന് ഉപഭോക്താക്കളുള്ള ഒരു രാജ്യത്ത് ഇത് നടപ്പിലാക്കുക കമ്പനിക്ക് അസാധ്യമാണ്. വിപണിയിൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും. ഈ ഭയാനകമായ സാഹചര്യം മുമ്പിൽ കണ്ടാണ് മെറ്റ ഒടുവിൽ പൂർണ്ണമായും കുറ്റസമ്മതം നടത്താനും മാപ്പ് പറയാനും തയ്യാറായത്. എന്നാൽ പ്രധാനമന്ത്രിയുടെ വീഡിയോ നീക്കം ചെയ്ത വിഷയം മാത്രമായിരുന്നില്ല ഈ ചർച്ചകളിൽ ഉയർന്നു വന്നത്. അതിനേക്കാൾ ഭയാനകവും ഭീതിജനകവുമായ മറ്റു ചില വിഷയങ്ങൾ കൂടി പുറത്തു വന്നിരുന്നു. കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്ന ലൈംഗിക ഉള്ളടക്കങ്ങളും ഡീപ് ഫേക്കുകളും തടയുന്നതിൽ തങ്ങൾക്ക് വീഴ്ച പറ്റിയെന്ന് മെറ്റയ്ക്ക് സമ്മതിക്കേണ്ടി വന്നു. സോഷ്യൽ മീഡിയയിൽ പടരുന്ന വ്യാജ വീഡിയോകളും കുട്ടികൾക്കെതിരായ അതിക്രമങ്ങളും തടയാൻ മെറ്റയുടെ ഭാഗത്തു നിന്ന് കൃത്യമായ നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടി. ഇൻസ്റ്റാഗ്രാം വഴി കുട്ടികൾ ഉൾപ്പെട്ട ലൈംഗിക വീഡിയോകൾ പ്രചരിപ്പിക്കപ്പെടുന്നു എന്ന് അന്താരാഷ്ട്ര മാധ്യമമായ BBC മുൻപൊരു അന്വേഷണാത്മക റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. ഇത്തരം ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്ന അക്കൗണ്ടുകൾക്ക് ഇൻസ്റ്റാഗ്രാമിന്റെ അൽഗോരിതം പ്രോത്സാഹനം നൽകുന്നു എന്നായിരുന്നു ഈ കണ്ടെത്തൽ. ഈ റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് തന്നെ കേന്ദ്ര സർക്കാർ മെറ്റയ്ക്ക് ശക്തമായ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. കുട്ടികളുടെ സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നതാണ്. എന്നാൽ അതിനുശേഷവും മെറ്റയുടെ ഭാഗത്തു നിന്ന് കാര്യമായ പ്രവർത്തനങ്ങൾ ഉണ്ടായില്ലെന്ന് വ്യക്തമായി. മറ്റൊരു ഗുരുതരമായ ആരോപണം കൂടി മെറ്റയ്ക്ക് നേരിടേണ്ടി വന്നു. തങ്ങളുടെ ലാഭത്തിനായി പ്ലാറ്റ്ഫോമിനെ ദുരുപയോഗം ചെയ്യാൻ കമ്പനി അനുവദിച്ചു എന്നതാണത്. ചില പ്രത്യേക തരത്തിലുള്ള ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിക്കാൻ മെറ്റ വലിയ തോതിൽ പണം കൈപ്പറ്റിയതായി വിവരം പുറത്തു വന്നു. നിയമവിരുദ്ധവും വിദ്വേഷം പരത്തുന്നതുമായ ഉള്ളടക്കങ്ങൾ ഒരു പ്രത്യേക വിഭാഗം ആളുകളിലേക്ക് മാത്രം എത്തിക്കാൻ മെറ്റ പെയ്ഡ് പ്രൊമോഷനുകൾക്ക് അനുമതി നൽകിയിരുന്നു. തങ്ങളുടെ സാമ്പത്തിക ലാഭത്തിനു വേണ്ടി ഡിജിറ്റൽ ലോകത്തെ ദുരുപയോഗം ചെയ്തു എന്ന് കമ്പനി പ്രതിനിധികൾക്ക് സമ്മതിക്കേണ്ടി വന്നു. ഇതൊരു രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെയും സാമൂഹിക അന്തരീക്ഷത്തെയും തന്നെ തകരാറിലാക്കുന്ന ഒരു കാര്യമാണ്. ഇതിനു മുമ്പും പല വിഷയങ്ങളിലും മെറ്റ കേന്ദ്ര സർക്കാരിന്റെ കടുത്ത നിരീക്ഷണത്തിലായിരുന്നു. വാട്സാപ്പ് യൂസർനെയിം നയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നമ്മൾ മുമ്പ് കണ്ടിരുന്നു. ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ സ്വകാര്യതയും ഡാറ്റ സുരക്ഷയും മുൻനിർത്തി സർക്കാർ പല ചോദ്യങ്ങളും ഉന്നയിച്ചിരുന്നു. എന്നാൽ അതിനൊന്നും വ്യക്തമായ മറുപടി നൽകാൻ കമ്പനിക്ക് സാധിച്ചിരുന്നില്ല. ഉപയോക്താക്കളുടെ വിവരങ്ങൾ സുരക്ഷിതമായി സംരക്ഷിക്കുന്നതിൽ കമ്പനി തുടർച്ചയായി വീഴ്ച വരുത്തുകയായിരുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വീഡിയോ നീക്കം ചെയ്ത സംഭവത്തോടെ മെറ്റയുടെ എല്ലാ വീഴ്ചകളും ഒന്നിച്ച് പുറത്തു വന്നിരിക്കുകയാണ്. തെറ്റുകൾക്ക് മാപ്പ് പറഞ്ഞെങ്കിലും മെറ്റയെ എളുപ്പത്തിൽ വിട്ടയക്കാൻ ഭാരത സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. കമ്പനി പ്രതിനിധികളെ തുടർ ചർച്ചകൾക്കായി വീണ്ടും വിളിച്ചു വരുത്താനാണ് IT മന്ത്രാലയത്തിന്റെ തീരുമാനം. കുട്ടികളുടെ സുരക്ഷ, ഡീപ് ഫേക്ക് തടയൽ, പെയ്ഡ് പ്രൊമോഷനുകളിലെ സുതാര്യത എന്നിവയിൽ കൃത്യമായ മറുപടിയും ഉറപ്പും മെറ്റ നൽകേണ്ടി വരും. എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്തായിരുന്നാലും കമന്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.